കഴിഞ്ഞ ദിവസം ഇടവെട്ടി പഞ്ചായത്തിലെ മെമ്പർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി.എം. സലീമിന്റെ ഗ്രൂപ്പും മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ.എം.എ. ഷുക്കൂറിന്റെ ഗ്രൂപ്പും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രവർത്തകർ ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുസ്ലിം വനിതാ ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും മുൻ ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ സഫിയ ബഷീറിന്റെ ഭർത്താവിനും മകനുമാണ് മാരകമായി മർദ്ദനമേറ്റത്. കമ്പിവടി ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ രണ്ടുപേരുടെ കൈകൾക്കും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു ഗൂഢ ലക്ഷ്യമാണ് ടി.എം. സലീമിൻ്റെ അജണ്ടയിലുള്ളത്. ഞാനൊക്കെ വന്നു കഴിയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കും എന്നുള്ളൊരിത് നമുക്ക് എല്ലാവരും നേരെ ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളാണ് തന്റെ ഭർത്താവിനെയും മകനെയും മർദ്ദിച്ചതെന്ന് വനിതാ ലീഗ് സെക്രട്ടറി സബിയ ബഷീർ പറഞ്ഞു. അപ്പം സംസ്ഥാന സെക്രട്ടറി ടി.എം. സലീമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗുണ്ടകളാണ് ഇവരെ ആക്രമിച്ചിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്തത് എസ്.ടി.യുവിൻ്റെ ജില്ലാ സെക്രട്ടറി കെ.എം. സലീം കുന്നേൽ എന്നയാളും എം.എസ്.എഫിൻ്റെ ജില്ലാ സെക്രട്ടറി ഷെഹിൻ ഷായും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ മെമ്പറായ അജ്നാസ് കാനേപ്പറമ്പിൽ എന്നയാളും നിലവിലെ വാർഡ് പ്രസിഡന്റ് മലയപ്പറമ്പിൽ റഷി എന്നയാളും ഇതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ പോലീസ് കേസെടുത്തിരുന്നു. IPC 153, 147, 148, 341, 324, 149 എന്നീ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. VS ഹൈദരലി, റിപ്പോർട്ടർ, ഇടുക്കി.